എന്ന ടോപ്പിക് ബാൻഡ് തിയറി ഓഫ് സോളിഡ് എന്നതാണ്. അപ്പൊ എന്താണ് ഈ ബാൻഡ് തിയറി, എങ്ങനെയാണ് ഈ ബാൻഡ് ഫോം ചെയ്യുന്നതെന്ന് കൂടി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ ലിഥിയം കൺസിഡർ ചെയ്യുക. ഏതെങ്കിലും ഒരു ആറ്റം ആദ്യം കൺസിഡർ ചെയ്താല് നമുക്കറിയാം ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിലൂടെയാണ് അത് സർക്കുലേറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലിഥിയം കൺസിഡർ ചെയ്താൽ ലിഥിയത്തിന് 3 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ 1s2 2s1 നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലിഥിയം ആറ്റത്തില് 2 ഷെല്ലാണുള്ളത്. അത് ഒരു 1s ഷെല്ലില് 2 ഇലക്ട്രോണും അതുപോലെ 2sല് 1 ഇലക്ട്രോണും ഉള്ളത്. അപ്പോ ഈ ആറ്റംസ് മോളിക്യൂളായിട്ട് മാറുമ്പം അവിടെ എന്താ സംഭവിക്കുന്നു വെച്ചാല് ഇതിനെ നമുക്ക് അറ്റോമിക് എനർജി ലെവൽ എന്ന് പറയാം. ഇത് ലിഥിയം ആറ്റം ആണ്. ലിഥിയത്തിന്റെ അറ്റോമിക് എനർജി ലെവൽസ് ആണ് ഇത് ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. അപ്പോ ലിഥിയം ഒരു മോളിക്യൂളായിട്ട് മാറുമ്പോൾ, അതായത് Li2 ആയിട്ട് മാറുമ്പോൾ ഈ അറ്റോമിക് എനർജി ലെവൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ എനർജി ലെവൽ ഫോം ചെയ്യും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല് ഇത് ഞാൻ ഇവിടെ ജസ്റ്റ് പിക്ചറൈസ് ചെയ്ത് കാണിക്കാം. ഇത് ലിഥിയത്തിന്റെ അറ്റോമിക് എനർജി ലെവലാണ് ഞാനിപ്പോ ഇവിടെ വരച്ചിട്ടുള്ളത്. ഇത് 1s എനർജി ലെവല്, ഇത് 2s എനർജി ലെവലാണ്. 1sല് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അതിവിടെ ജസ്റ്റ് നോട്ട് ചെയ്യുക. 2sല് 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഈ രണ്ട് ലിഥിയം കമ്പൈൻ ചെയ്തിട്ടാണ് ലിഥിയം മോളിക്യൂൾ ആയി ഫോം ചെയ്യുന്നത് നമുക്കറിയാം. വേറൊരു ലിഥിയം കൂടി നമ്മൾ ഇവിടെ ഡ്രോ ചെയ്താല് 1s 2s 1sല് 2 ഇലക്ട്രോൺ ആൻഡ് 2sല് 1 ഇലക്ട്രോൺ. സോ ഈ ഒരു 2 ലിഥിയമാണ് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്? ലിഥിയം 2 Li2 മോളിക്യൂൾ ആയിട്ട് മാറുന്നത്. അപ്പൊ മോളിക്യൂൾ ആയിട്ട് മാറുമ്പോൾ ഈ ഒരു തിയറി പ്രകാരം അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുക. ഒരേ എനർജി ലെവലുള്ള അറ്റോമിക് ഓർബിറ്റലാണ് കമ്പൈൻ ചെയ്യുക. അതായത് 1s ഓർബിറ്റലും ആണ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റലായിട്ട് മാറുക. അത് സെയിം എനർജീസ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മോളിക്കുലർ എനർജി ഡയഗ്രാം നമുക്ക് ജസ്റ്റ് വരച്ചു നോക്കാം. അപ്പൊ മോളിക്കുലർ എനർജി ലെവലില് ഈ 1s, ഇത് 1s, ഒരു ഫസ്റ്റ് ലിഥിയത്തിന്റെ 1s ഓർബിറ്റലാണ് ഇത്. ആൻഡ് ദ സെക്കൻഡ് ലിഥിയത്തിന്റെ 1s ഓർബിറ്റൽ, അത് നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിട്ട് 1s ഡാഷ് നമുക്ക് കൊടുക്കാം. അപ്പൊ 1sല് 2 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ തന്നെ 1s ഡാഷിലും 2 ഇലക്ട്രോൺ ഉണ്ട്. ഇനി ലിഥിയത്തിന്റെ രണ്ടാമത്തെ എനർജി ലെവൽ 2s എനർജി ലെവലാണ്. ആ 2s രണ്ട് ലിഥിയത്തിന്റെയും 2s കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് 2s ആൻഡ് 2s ഡാഷ് എന്ന് പറയാം. അപ്പോൾ 2sൽ എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത്? 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ 1 ഇലക്ട്രോൺ നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് മോളിക്കുലർ എനർജി ലെവലിന്റെ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്താ വെച്ചാല് ഇതൊരു ബാൻഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ. ഇത് 1s ഡാഷ്, ഇതൊരു മോളിക്കുലർ ഓർബിറ്റൽ ആണ്. ഈ മോളിക്കുലർ ഓർബിറ്റലിൽ രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. സോ ഇത് രണ്ടും എനർജി ലെവൽസ് ആണ്. അതുപോലെ തന്നെ 2s എന്ന് പറയുന്ന ആ അറ്റോമിക് ഓർബിറ്റല് രണ്ട് ലിഥിയത്തിനെയും കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നുണ്ട്. അതിലുള്ള രണ്ട് എനർജി ലെവൽസ് ആണ് ഈ രണ്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ സോളിഡ്സിന്റെ കേസിലാണ് ഇവിടെ പറയുന്നത്. സോളിഡ്സിന്റെ കേസിൽ പറയുമ്പോൾ സോളിഡ്സ് എന്ന് പറയുന്നത് കുറെ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അത് ക്ലോസ്ലി പാക്ഡ് ആണ്, ക്ലോസ് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ കുറെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് സോളിഡ് ഉണ്ടാവുന്നത്. അപ്പൊ കുറെ ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ അതിലെ എല്ലാ ആറ്റത്തിന്റെയും അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ്? n നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നുണ്ട്.
അപ്പൊ n നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം. n ടൈപ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറേ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇത് 1s ആയിരിക്കും. അതായത് 1s, 1s ഡാഷ്, 1s 2 ഡാഷ് അങ്ങനെ കുറേ 1sന്റെ കുറേ അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. അതുപോലെ തന്നെ 2s ആണെങ്കിൽ 2sന്റെ എല്ലാ ആറ്റത്തിന്റെയും കമ്പൈൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യും. ഇനി 3s ഉണ്ടെങ്കിൽ അങ്ങനെ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊരു ബാൻഡ് പോലെ ഫോം ചെയ്യുന്നുണ്ട്. ഈ ബാൻഡിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് പ്രസന്റ് ആയിട്ടുണ്ട്. സോ ഇതന്നെയാണ് നമ്മൾ ബാൻഡ് തിയറി എന്ന് പറയുന്നത്. അവിടെ ഈ സോളിഡ്സിന്റെ കേസിലാണ് നമ്മൾ ഈ ബാൻഡ് തിയറി പറയുന്നത്. ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത്, ഒരു മോളിക്യൂളിൽ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന ആ ഒരു സ്ഥലം അതൊരു ബാൻഡ് പോലെ ഫോം ചെയ്യും. സോ ജസ്റ്റ് എന്താണ് ബാൻഡ് തിയറി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു 2 ബാൻഡ്സ് ആയിട്ടാണ് ഇത് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ബാൻഡ്സിൽ നമുക്ക് കാണാൻ പറ്റും ഒരു താഴെ ഒരു ബാൻഡും കാണാം, മുകളിൽ ഒരു ബാൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ 2 ബാൻഡായിട്ട് കാണാൻ പറ്റും. ഈ താഴെയുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ഈ ബാൻഡിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയും. ഈ മുകളിലുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള ഓക്യുപ്പൈഡ് ബാൻഡിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഹയസ്റ്റ് ഓക്യുപ്പൈഡ് ബാൻഡിനെയാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. And for the conduction of electrical energy, there must be electrons in the conduction band. Electrons are free to move in this band. സോ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് ബാൻഡ് ആയിരിക്കും, അതിൽ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് വെച്ചാൽ ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് ബാൻഡ് ആണ്. അപ്പൊ ഇലക്ട്രോൺസ് എന്താ ചെയ്യുക? ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഫോർബിഡൻ ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും താഴെയായിട്ടുള്ള ഇതിനെ നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയും, വി ബി. ആൻഡ് മുകളിലുള്ളതിനെ നമ്മൾ വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡ് CB എന്ന് പറയാം. അപ്പോൾ ഈ 2 ബാൻഡും തമ്മിലുള്ള ഈ ഒരു എനർജി ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. ഈ എനർജി ഗ്യാപ്പിനെ നമുക്ക് EG എന്ന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാല് it is the amount of energy supplied to excite the electron from valence band to conduction band. വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എനർജി വേണം. ആ എനർജിനെയാണ് നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ടിലാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇനി അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് ദ എനർജി ബാൻഡ് ഡയഗ്രാം നമ്മൾ സോളിഡ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എനർജി ബാൻഡിന്റെ ആ ഒരു ബേസിസിൽ അതാണ് ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ആൻഡ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസുലേറ്ററിനെ പറ്റിയിട്ടാണ്. ഇൻസുലേറ്റർ എന്ന് വെച്ചാല് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എനർജി ഗ്യാപ്പ് നല്ല എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും, ഹൈ എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതായത് ഒരു 5 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും എനർജി ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക അവിടെ? ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണിന് ജമ്പ് ചെയ്യാൻ കഴിയില്ല ആ എനർജി ഗ്യാപ്പ് ഉണ്ടാവുമ്പോൾ. സോ ആ ടൈപ്പ് സോളിഡ്സിനെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയാം. അപ്പൊ എന്താണ്? മെറ്റീരിയൽ വിച്ച് ഡു നോട്ട് കണ്ടക്ട് കറന്റ്.
ഇലക്ട്രോൺ ജമ്പ് ചെയ്താൽ മാത്രമേ കറന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇൻസുലേറ്ററിൽ എന്താണ് ഇലക്ട്രോൺസിന്റെ ജമ്പിങ് നടക്കുന്നില്ല. കാരണം ഇവിടെ ആ ഒരു എനർജി ഗ്യാപ്പ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ളത് ഹൈ ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻസുലേറ്റർ എന്ന് പറയും. ഇനി അടുത്തത് സെമി കണ്ടക്ടർ ആണ്. സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ആ ഒരു എനർജി ഗ്യാപ്പ് 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അപ്പൊ എന്താണ് അവിടെ ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ വിച്ച് ഹാവ് കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ ആർ കോൾഡ് സെമി കണ്ടക്ടർ. അതായത് ഇതിന്റെ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്ററിന്റെയും കണ്ടക്ടറിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഉണ്ടാവുക. അതായത് ഇൻസുലേറ്ററിനേക്കാളും കണ്ടക്ടിങ് ആയിരിക്കും സെമി കണ്ടക്ടർ, ബട്ട് കണ്ടക്ടറിന്റെ അത്ര ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല. ഇതിന്റെ എനർജി ഗ്യാപ്പ് 1 ഇലക്ട്രോൺ വോൾട്ട് ആണ് പറയുന്നത്. ഇനി അടുത്ത തേർഡ് ടൈപ്പ് ഓഫ് സോളിഡ് ആണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ ഈ പിക്ചർ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക? ഇലക്ട്രോൺസിന് വളരെ ഈസി ആയിട്ട് ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൈ കണ്ടക്ടിവിറ്റി ഉണ്ട് കണ്ടക്ടർക്ക്. Material which conduct electricity is called conductor. As valence band overlap with the conduction band, energy gap is 0. If an electric field is applied to this solid, electrons in the valence band have easy to access to move in conduction band and current flow through material. അതായത് നമ്മളൊരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇലക്ട്രോൺസിന് വളരെ ഈസി ആയിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ കറന്റിന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴേ നമ്മൾ കറന്റ് ഉണ്ട് എന്ന് അവിടെ മനസ്സിലാക്കാം, കറന്റിന്റെ ഫ്ലോ നടക്കുന്നുണ്ട് എന്ന്. അപ്പോ ഇതിലൂടെ നമുക്ക് കറന്റ് ഫ്ലോ ചെയ്യും ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കൊണ്ട്. അപ്പൊ നമ്മള് സോളിഡ്സിന്റെ ടൈപ്സാ പഠിച്ചത് ഇത്ര വരെ ഓൺ ദ ബേസിസ് ഓഫ് ദ ഒരു ബാൻഡ് തിയറി വെച്ചിട്ട്. എന്തൊക്കെ പഠിച്ചു? ഇൻസുലേറ്റർ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട് എന്ന് പഠിച്ചു. അപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത് കണ്ടക്ടറിനാണ്, ഏറ്റവും കുറവ് കണ്ടക്ടിവിറ്റി ഉള്ളത് ഇൻസുലേറ്ററിനാണ്. സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ സെമി കണ്ടക്ടറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വെച്ചാല് കെമിക്കലി പ്യുവർ സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അതായത് അതൊരു പ്യുവർ ആയിരിക്കും, നമ്മള് പ്യുവർ സെമി കണ്ടക്ടർ ആയിരിക്കും. സിലിക്കൺ, ജെർമേനിയം പോലെ ഉള്ള മെറ്റൽസിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാല് സെമി കണ്ടക്ടർ ഡോപ്ഡ് വിത്ത് സം എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ആർ കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അതായത് ഈ ഒരു സെമി കണ്ടക്ടറില് നമ്മൾ ഡോപ്പ് ചെയ്യും, സം എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി വെച്ച് ഡോപ്പ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടറിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇനി ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും. നമ്മളിവിടെ പിക്ചർ ഇവിടെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഫിഗർ എയില് നമ്മൾ സിലിക്കണിന്റെ സെമി കണ്ടക്ടർ ആണ് പ്യുവർ സ്റ്റേറ്റിലുള്ളത്. ഇതൊരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. അതിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 1.12 ഇലക്ട്രോൺ വോൾട്ട് ആണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും ഉണ്ടെന്ന്.
ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മൾ രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? അതായത് ദ സെമി കണ്ടക്ടർ ഡോപ്ഡ് വിത്ത് പെൻഡാവലന്റ് ഇമ്പ്യൂരിറ്റി ഫോസ്ഫറസ് ആർസനിക് ആർ കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഈ പെൻഡാവലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ അതിന്റെ വാലൻസിൽ 5 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റിനെ നമ്മൾ പെൻഡാവലന്റ് എന്ന് പറയാം. അപ്പൊ ഫോസ്ഫറസ് ആർസനിക്കിനൊക്കെ അതിന്റെ വാലൻസ് ഇലക്ട്രോണില് 5 ഇലക്ട്രോൺ, വാലൻസ് ഷെല്ലില് 5 ഇലക്ട്രോൺ ആണ് കാണുന്നത്. ഈ 5 ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിനെ നമ്മൾ ഈ സിലിക്കണുമായിട്ട് ഡോപ്പ് ചെയ്യും. അപ്പൊ കിട്ടുന്നതാണ് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് as pentavalent impurity atom donate free electrons and it is called donor impurities. ഈ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റിനെയാണ് നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. കാരണം അത് എന്താണ്, ഫ്രീ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. സോ ഈ സിലിക്കണില് വാലൻസിൽ 4 ഇലക്ട്രോൺ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഈ ആർസനിക്ക ആണെങ്കിൽ 5 ഇലക്ട്രോൺ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ 5 ഇലക്ട്രോണ് 4 ഇലക്ട്രോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ട് ദെൻ ആർസനിക്കില് 1 ഇലക്ട്രോൺ അവിടെ എക്സ്ട്രാ വരും. സോ അതുകൊണ്ടാണ് ആ എക്സ്ട്രാ വരുന്നതുകൊണ്ടാണ് ആ എക്സ്ട്രാ ഫ്രീ ഇലക്ട്രോൺ എന്താണ് ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം ആ ഇമ്പ്യൂരിറ്റിക്ക്. അതുകൊണ്ടാണ് പെൻഡാവലന്റ് ഇമ്പ്യൂരിറ്റിനെ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഫ്രീ ഇലക്ട്രോൺസിനെ അതിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാൻ കാരണം ഈ എൻ മീൻസ് നെഗറ്റീവ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ മെജോറിറ്റി കറന്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഈ ഫ്രീ ഇലക്ട്രോൺസിനാണ് അവിടെ മൂവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ ഡോണർ impurities create an energy level close to the conduction band is represented by ED. അപ്പൊ നമ്മൾ പറഞ്ഞു ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഏതിനെയാണ്? പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റിനെയാണ് ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ഡോണർ ഇമ്പ്യൂരിറ്റീസ് ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും ക്ലോസ് ടു ദ കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ ഇതെന്താണ്? ഫ്രീ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ഇമ്പ്യൂരിറ്റി ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇത് കണ്ടക്ഷൻ ബാൻഡിന്റെ ക്ലോസ് ആയിട്ടാണ് ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യുക. അതിനെ നമുക്ക് ED എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതാണ് ED എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് കണ്ടക്ഷൻ ബാൻഡിന്റെ ക്ലോസ് ആയിട്ട്. ഇനി അടുത്ത ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വെച്ചാല് ദ സെമി കണ്ടക്ടർ ഡോപ്ഡ് വിത്ത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആർ കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അതായത് നമ്മളിവിടെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. ട്രൈവാലന്റ് എന്ന് വെച്ചാല് അതിന്റെ വാലൻസ് ഷെല്ലില് 3 ഇലക്ട്രോൺ ആയിരിക്കും പ്രസന്റ് ആയിരിക്കും. അലൂമിനിയം, ബോറോൺ പോലത്തെ ആറ്റംസ് നമ്മുടെ സിലിക്കൺ സിലിക്കൺ ആറ്റവുമായിട്ട് നമ്മൾ ഡോപ്പ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടറിനെയാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു അലൂമിനിയത്തില് വാലൻസ് ആയിട്ട് 3 ഇലക്ട്രോൺ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. സിലിക്കണിലാണെങ്കിൽ 4 ഇലക്ട്രോണും. അപ്പൊ എന്താണ്? 3 ഇലക്ട്രോണ് ആ സിലിക്കണിലെ 3 ഇലക്ട്രോണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. ദെൻ സിലിക്കണിൽ എന്താണ്? 1 ഇലക്ട്രോൺ അവിടെ വാക്കന്റ് ആയിട്ട് വന്നു. സോ ആ വാക്കന്റ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഹോൾ ആയിട്ട് ആക്ട് ചെയ്യും. ആ വാക്കന്റ് സ്പേസ്, സിലിക്കണിലെ ആ വാക്കന്റ് സ്പേസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഹോൾ ആയിട്ട്. ആ ഹോളാണ് ഇവിടെ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ആ ഹോളാണ്. ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാൻ കാരണം പി ഡിനോട്ട് പോസിറ്റീവ് ആണ്. ഈ ഹോളിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമ്മളിവിടെ പറയുന്നത്.
അപ്പോ as trivalent impurities accept free electrons, so we call them acceptors. അപ്പൊ എന്താണ് ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് ഫ്രീ ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി നമുക്ക് പറയാം. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിനെ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. Acceptor impurities create a discrete energy level close to the valence band and represented by EA. അപ്പോ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും. അത് വാലൻസ് ബാൻഡിന് ക്ലോസ് ആയിട്ടാണ്. സോ ഇതാണ് നമ്മുടെ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിന്റെ ആ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന് ക്ലോസ് ആയിട്ടാണ്. അതിനെ നമ്മൾ ഇ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഹോൾസ്. ഇനി അടുത്തത് ഹോൾസ് എന്താണെന്ന് ഉദ്ദേശിക്കുന്ന പറയുന്നത് ഹോൾ is nothing but the absence of electron. Deficiency of negative charge can be treated as a positive charge. Hole are positive charge carriers and movement of electron from nearby site give rise to movement of holes in opposite direction. Hole is just like a bubble in liquid. അപ്പോൾ ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഇലക്ട്രോൺ ഇല്ല, ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിനെ നമുക്ക് ആബ്സെൻസ് ഓഫ് ഇലക്ട്രോണിനെ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഡിനോട്ട് ചെയ്യാം. ഇലക്ട്രോൺ ഇല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവ് ചാർജ് ആയിട്ട് നമുക്ക് അതിനെ പറയാം. അപ്പൊ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നടക്കുമ്പം ഹോൾസിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നടക്കും. ഇനി എന്താണ് ഫെർമി ലെവൽ ആൻഡ് ഫെർമി എനർജി? For conductor, the highest occupied energy level at 0 Kelvin is called Fermi level, and the energy corresponds to it is called Fermi energy. അതായത് നമ്മളൊരു കണ്ടക്ടറിന്റെ കേസിലെടുത്താല് ഹയസ്റ്റ് ഓക്യുപ്പൈഡ് എനർജി 0 കെൽവിനില് ഹയസ്റ്റ് ഓക്യുപ്പൈഡ് എനർജിനെയാണ് നമ്മൾ എന്തൊരു ഫെർമി ലെവൽ എന്ന് പറയാം. ആ ഒരു എനർജിനെ നമ്മൾ ഫെർമി എനർജി എന്ന് പറയും. എന്നാൽ ഫോർ സെമി കണ്ടക്ടറിന്റെ കേസില് ഫെർമി ലെവൽ എന്ന് പറയുന്നത് ദ എനർജി ലെവൽ ആൻഡ് ഇസ് കറസ്പോണ്ട്സ് ടു ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺ ആൻഡ് വാലൻസ് ഹോള്. ആ കണ്ടക്ഷൻ ഇലക്ട്രോണിന്റെയും വാലൻസ് ഹോളിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി, ആ സെന്ററിലാണ് നമ്മൾ ഫെർമി എനർജി ലെവല് പറയുന്നത് ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ. മിസ്റ്റർ സെമി കണ്ടക്ടറിന്റെ ആ കേസ് ഒന്നുകൂടെ പറയുവോ? ഫെർമി ലെവല്. ഓക്കെ, ഈ ഫെർമി ലെവല് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പിക്ചർ കാണുന്നില്ലേ, ദ ബാൻഡ് സ്ട്രക്ചർ വ്യൂ, ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ. കാണുന്നുണ്ട് മിസ്. ഇത് നമ്മുടെ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിന്റെ എനർജി ലെവലാണ്. അതുപോലെ നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഡോണർ ഇമ്പ്യൂരിറ്റിൻ്റെത് ഈ കണ്ടക്ഷൻ ബാൻഡിന്റെ ക്ലോസ് ആയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏകദേശം ഇവിടെ ആയിട്ട് വരും അതിന്റെ എനർജി ബാൻഡ്, എനർജി ലെവല്. അപ്പോ ഇതാണ് രണ്ടും എനർജി ലെവൽ എന്ന് പറയുന്നത്. ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിന്റെയും ഡോണർ ഇമ്പ്യൂരിറ്റിന്റെയും എനർജി ലെവൽ ഒന്ന് വാലൻസ് ബാൻഡിന്റെ നിയർ ആയിട്ടും ഒന്ന് കണ്ടക്ഷൻ ബാൻഡിന്റെ നിയർ ആയിട്ടും. അപ്പോ ഈ ഫെർമി ഇൻ കേസ് ഓഫ് സെമി കണ്ടക്ടർ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഈ രണ്ട് ലെവലിന്റെയും നടുക്കായിരിക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി മിസ്. മിസ് മറ്റേ അതുപോലെ കണ്ടക്ടറിന്റെ ഇതുപോലെ ഫിഗർ വെച്ചൊന്ന് പറയുവോ? ഒരു 1 മിനിറ്റ്.
In case of conductor, the highest occupied energy level at 0 Kelvin is called Fermi level. അതായത് ഹയസ്റ്റ് occupied energy ലെവലിനെ തന്നെ അതേതാണ്? ഹയസ്റ്റ് occupied energy level ഏതാണ്? കണ്ടക്ഷൻ ബാൻഡിൽ. മിസ് അത് എനർജി കൂടിയ ആ ലെവലിലെ ഹയസ്റ്റ് occupied എനർജി ലെവല് കണ്ടക്ടറിന്റെ ഏതാണ്? കണ്ടക്ഷൻ ബാൻഡ്. ഹയസ്റ്റ് occupied വാലൻസ് ബാൻഡ് അല്ലേ? ഹയസ്റ്റ് occupied ബാൻഡ് ഈസ് വാലൻസ് ബാൻഡും ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് ബാൻഡ് ഈസ് ദ കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ മിസ് തിരിഞ്ഞു പോയതാണ്. അപ്പൊ കണ്ടക്ടറിന്റെ ഹയസ്റ്റ് occupied ബാൻഡ് തന്നെ അതന്നെയാണ് ഫെർമി എനർജി ഫെർമി ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ സെമി കണ്ടക്ടറിന്റെ കേസിൽ മാത്രമേ മാറ്റുള്ളൂ അതിന്റെ സെന്ററിൽ വരുന്നത്. ഓക്കെ ഓക്കെ മിസ് മനസ്സിലായി. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫെർമി ലെവൽ ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഈ വാലൻസ് ഹോൾ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിന്റെയും ഡോണർ ഇമ്പ്യൂരിറ്റിന്റെയും എനർജി ലെവലിന്റെ സെന്ററിലാണ് ഫെർമി എനർജി എന്ന് പറഞ്ഞിട്ടുണ്ട്. The number of electron in conduction band are greater than the number of holes in valence band. Number of electron, number of holes നെക്കാളും greater ആയിരിക്കും. So the Fermi level shift towards the conduction band. With the temperature, Fermi level shift towards the EFI. എന്താ നടക്കുക? ഈ ഫെർമി ലെവൽ ടെമ്പറേച്ചർ 0 കെൽവിൻ ആവുമ്പം 0 കെൽവിന്റെ കേസിൽ നമ്പർ ഓഫ് ആ ഒരു ഫെർമി ലെവൽ എന്ന് പറയുന്നത് രണ്ടിന്റെയും മിഡിൽ തന്നെ സെന്റർ തന്നെ ആയിരിക്കും. എന്നാൽ ടെമ്പറേച്ചർ 300 കെൽവിൻ ആകുമ്പോൾ ആ ഒരു ഫെർമി ലെവൽ കണ്ടക്ഷൻ ബാൻഡിന്റെ ക്ലോസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഷിഫ്റ്റ് ടുവേർഡ്സ് ദ കണ്ടക്ഷൻ ബാൻഡ്. ഫെർമി ലെവൽ കണ്ടക്ഷൻ ബാൻഡിന്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഈ കണ്ടക്ഷൻ ബാൻഡിലാണ് ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതൽ ഉണ്ടാവുക വാലൻസ് ബാൻഡിനെക്കാളും. ഇവിടുന്ന് വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺ ജമ്പ് ചെയ്തല്ലേ കണ്ടക്ഷൻ ബാൻഡിൽ എത്തുന്നത്. അപ്പൊ എന്താണ് കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം അവിടെ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺസ് കൂടുതലുള്ളിടയ്ക്കാണ് ഈ ഫെർമി ലെവല് ഷിഫ്റ്റ് ചെയ്യുക ടെമ്പറേച്ചർ കൂടുമ്പോൾ. 0 കെൽവിനില് സെന്ററിൽ തന്നെ ആയിരിക്കും. When temperature increases, the Fermi level shift towards conduction band. മനസ്സിലായില്ലേ അത്? മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PN ജംഗ്ഷൻ ഡയോഡാണ്. PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അത് യൂണിഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറന്റ് ആണ് അവിടെ നടക്കുന്നത്. ഒരു ഡയറക്ഷനിൽ മാത്രമേ കറന്റ് അവിടെ ഫ്ലോ ചെയ്യുള്ളൂ. ഫോർവേഡ് ബയാസ്ഡിൽ മാത്രം. റിവേഴ്സ് ബയാസ് ആകുമ്പോൾ അവിടെ കറന്റിന്റെ ഫ്ലോ നടക്കില്ല. ഈ PN ജംഗ്ഷൻ ഡയോഡ് റെക്ടിഫയേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇതാണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് പി ടൈപ്പ് സെമി കണ്ടക്ടറും ഇത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ആണ്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക? പി ടൈപ്പ് സെമി കണ്ടക്ടറില് ഹോൾസിന്റെ ഡിഫ്യൂഷൻ നടക്കും. ഹോൾസിന്റെ ഡിഫ്യൂഷൻ എങ്ങോട്ട് നടക്കും? ഇങ്ങോട്ടേക്ക് ടു ദ റൈറ്റ് സൈഡിലേക്ക് ഹോൾസിന്റെ ഡിഫ്യൂഷൻ നടക്കും. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് ടു ദ ലെഫ്റ്റിലേക്ക് എന്താണ്? ഇലക്ട്രോൺസിന്റെ ഡിഫ്യൂഷൻ നടക്കും. അങ്ങനെ ഡിഫ്യൂഷൻ നടന്നിട്ടുണ്ടാവുന്ന ഈ ഒരു റീജിയനാണ് നമ്മൾ എന്ത് പറയാ? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. The region between p-type semiconductor and n-type semiconductor, there is a diffusion takes place between them. ആ ഒരു
ഡിഫ്യൂഷൻ നടന്നിട്ടുണ്ടാവുന്ന ആ ഒരു റീജിയനാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. ഹോൾസ് ആർ ദ മെജോറിറ്റി. ഡിപ്ലീഷൻ റീജിയൻ ഒന്ന് പറയുവോ? അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന അവിടെ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? ആരുടെ മൂവ്മെന്റ് നടക്കുക? ഹോൾസിന്റെ മൂവ്മെന്റ് നടക്കുക. അപ്പൊ ഹോൾസ് അവിടുന്ന് ഡിഫ്യൂസ് ചെയ്യും. അതുപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഏതിന്റെ മൂവ്മെന്റാ നടക്കുക? ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടക്കുക. അപ്പൊ എന്താണ്, റൈറ്റ് സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് ലെഫ്റ്റ് സൈഡിലേക്കും ഡിഫ്യൂസ് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹോൾസ് റൈറ്റ് സൈഡിലേക്കും ഡിഫ്യൂസ് ചെയ്യും. ആ ഡിഫ്യൂസ് ചെയ്തിട്ട് ആ നിൽക്കുന്ന റീജിയൺ, അതാണ് ഡിപ്ലീഷൻ റീജിയൺ. ഈ ഒരു പിക്ചറിൽ കാണുന്നില്ലേ? ആ സെന്റർ പോർഷനിലെ ആ സെന്റർ പോർഷനാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അവിടെ അപ്പൊ അവിടെ ഏതായിരിക്കും കൂടുതൽ? അങ്ങനെയില്ല, രണ്ടും രണ്ടും ഈക്വൽ ആയിരിക്കും മൂവ്മെന്റ്. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് കൊണ്ടാണ് അവിടെ കറന്റിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. ഓക്കെ മിസ്. ഇനി അപ്പൊ ഇവിടെ ഹോൾസ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ് ഇൻ ഇലക്ട്രോൺസ് ആൻഡ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ പി റീജിയൺ. ഇലക്ട്രോൺസ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ഹോൾസ് ആർ ദ മൈനോറിറ്റി കാരിയേഴ്സ് ഇൻ എൻ റീജിയൺ. PN junction is the boundary between P-type and N-type semiconductor. അപ്പൊ ഈ PN junction എന്ന് പറയുന്നത് P-type semiconductorന്റെയും N-type semiconductorന്റെയും ആ ഒരു ജംഗ്ഷൻ, ആ ബൗണ്ടറിയാണ് PN junction എന്ന് പറയുന്നത്. ഈ ഡിഫ്യൂഷൻ കറന്റ് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാല് മെജോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഡിഫ്യൂഷൻ കറന്റ്. അപ്പൊ നമ്മളൊരു ഡയോഡിന്റെ ഒരു സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഡയോഡിന്റെ സിമ്പിള്. ഇത് ഡയോഡിന്റെ സിമ്പിള്. അപ്പൊ ഈ എൻഡ് നമ്മളിവിടെ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ എൻഡ് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക, ഈ എൻഡ് നെഗറ്റീവായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നതിനോട് ഏതാണ് ബാറ്ററിന്റെ പോസിറ്റീവ് സൈഡാണ് കണക്ട് ചെയ്യുക കേട്ടാ. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നെഗറ്റീവ് സൈഡാണ് കണക്ട് ചെയ്യുക ബാറ്ററി ആയിട്ട്. എങ്കിൽ മാത്രമേ കറന്റ് ഫ്ലോ നടക്കുള്ളൂ. ഓപ്പോസിറ്റ് കണക്ട് ചെയ്താൽ കറന്റിന്റെ ഫ്ലോ അവിടെ നടക്കില്ല. അപ്പൊ ഇതാണ് നമ്മൾ ഡയോഡിന്റെ സർക്യൂട്ട് സിമ്പിൾ. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോ biasing of diode, terminals of external batteries connected to terminals of diode is called biasing of diode. നമ്മളിപ്പോ ഡയോഡിന്റെ ഇവിടെ പിക്ചർ, ഇതാണ് ഡയോഡിന്റെ പിക്ചർ. ഈ ഡയോഡിന്റെ ഇത് വർക്കിംഗ് ആവേണ്ടെങ്കിൽ എന്താ നമ്മൾ വേണ്ടത്? ഇവിടെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണ്ടേ? അപ്പൊ അതിനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വേണം കണക്ട് ചെയ്യാന്നുള്ളത്. ഇത് പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ സൈഡ്. ഇവിടെ പി എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ എന്നും കൊടുത്തിട്ടുണ്ട്. പി എപ്പോ എന്തായിരിക്കണം? പോസിറ്റീവ് സൈഡ് ഓഫ് ദ ബാറ്ററി ആയിട്ടാ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. എൻ എപ്പോഴും നെഗറ്റീവ് സൈഡ് ആയിട്ട് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയും. ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഫോർവേഡ് ബയാസിങ് ഇതിനെ. ഇനി റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാല് നേരെ റിവേഴ്സ് ആയിട്ട് ഈ പീക്ക് നേരെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ പിയുമായിട്ട് നെഗറ്റീവ്, ബാറ്ററിന്റെ നെഗറ്റീവ് കണക്ട് ചെയ്യുക, എന്നുമായിട്ട് ബാറ്ററിന്റെ പോസിറ്റീവും കണക്ട് ചെയ്ത് എന്തായി? ഇതിപ്പോ എന്തായി? ഇത് റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനായി. ഈ ഒരു കണ്ടീഷനിൽ എന്താണ്? ഇവിടെ കറന്റിന്റെ ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ ഈ ഡയോഡ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ഫ്ലോ മാത്രമേ അത് അലോ ചെയ്യുള്ളൂ. അപ്പൊ അതാണ്
നമ്മൾ ഫോർവേഡ് ബയാസിങ് ആൻഡ് റിവേഴ്സ് ബയാസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർവേഡ് ബയാസിംഗ് എന്ന് വെച്ചാൽ പി ടെർമിനൽ ഓഫ് ഡയോഡ് ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് എൻ ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി. ആൻഡ് റിവേഴ്സ് ബയാസിംഗ് എന്ന് വെച്ചാൽ എൻ ടെർമിനൽ കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടും പി ടെർമിനൽ കണക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലായിട്ടായിരിക്കണം. അന്നേരം അവിടെ കറന്റിന്റെ ഫ്ലോ നടക്കൂല. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബാൻഡ് തിയറി ഓഫ് സോളിഡ്സിനുള്ള ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ജസ്റ്റ് എന്താണ് ആ ബാൻഡ് തിയറി, എങ്ങനെയാണ് ആ ഒരു ബാൻഡ് ഫോം ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു ബാൻഡിന്റെ ഓൺ ദ ബേസിസ് ഓഫ് ദ ബാൻഡ് തിയറി നമ്മൾ സോളിഡ്സിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞു. ഈ ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യന് ആ ഒരു ബാൻഡിന്റെ എനർജി ഗ്യാപ്പ് വെച്ചിട്ട് ചോദിക്കാം. 5 ഇലക്ട്രോൺ വോൾട്ട് കൂടുതലാണെങ്കിൽ അത് ഇൻസുലേറ്റർ ആയിരിക്കും. 1 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ അതിന്റെ എനർജി ഗ്യാപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ഒരു എനർജി ഗ്യാപ്പേ ഇല്ല എങ്കിൽ, അതായത് അത് രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ടേ ഉള്ളെങ്കിൽ അത് ഏത് ടൈപ്പ് സോളിഡ് ആയിരിക്കാം ചോദിക്കാം. അത് കണ്ടക്ടർ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ സെമി കണ്ടക്ടർ ഡോപ്പിംഗ് എന്താണ്, ആ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടർ, ആ ഒരു കേസ് ഒക്കെ എന്താണ്, ഡോണർ ഇമ്പ്യൂരിറ്റി എന്താണ്, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി, ആ ഒരു കേസ്, ഇതൊക്കെയാണ് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, മനസ്സിലായില്ലേ ഇന്നത്തെ ക്ലാസ് ഇത്? ക്ലിയർ ആയി മിസ്. ഓക്കെ, അപ്പൊ ലീവ് ചെയ്തോളൂ കേട്ടോ. ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു. താങ്ക് യു മിസ്.